ഷർട്ട് ഇല്ലാതിരിക്കും മിക്കവാറും പൊതിയോ നീതൊന്നും ഇല്ലാതിരിക്കാനുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ കൊല്ലം വഞ്ചിക്കുറ്റിയിൽ ഒരു കുന്തവും വീണിട്ടില്ല. അത് നല്ലതല്ലേ? എന്ത് നല്ലതാണ്? കഴിഞ്ഞ വർഷം സണ്ണിക്കുട്ടി വീണില്ലെന്നല്ലേ നീ പറഞ്ഞേ? അമ്മച്ചി അത് അങ്ങനല്ല, പള്ളി നഷ്ടമായിരുന്നെന്ന്. എടി കൊച്ചെ, നിനക്ക് പന്നി ഇഷ്ടമാണ്, നീ വല്ല കടയിലും പോയി കഴിക്കും. എന്റെ അമ്മച്ചി ആ ചെവിക്കാത്ത കുന്തം വെക്കല്ലോ, ചെവിയും കേൾക്കത്തില്ല. എടാ എടാ നിന്റെ പെണ്ണമ്പിള്ളക്കാണ് ചെവി കേൾക്കാത്തത്. പ്രിൻസേ, പെരുന്നാൾ കമ്മിറ്റി ഇപ്പൊ തുടങ്ങും. നീ ഞങ്ങൾ പറഞ്ഞ പോലെ ആരെന്ത് പറഞ്ഞാലും എതിർത്തോണം. അതിപ്പോ അച്ഛനായാലും ശരി. ഞാൻ എല്ലാവരും ഉണ്ടല്ലോ. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു നല്ല കാര്യം തീരുമാനിക്കാനാ. അറിയാലോ, നമ്മുടെ ഇടവക പെരുന്നാള്. അതിനിടയിൽ നിങ്ങളുടെ ഈ സ്ഥിരം കണകുണ പരിപാടികളൊന്നും വേണ്ട. അറിയാലോ, അപ്പം ദൈവനാമത്തിൽ തുടങ്ങാം. ആ കറിയപ്പാപ്പ ഉണ്ടല്ലോ, അപ്പനെല്ലാം കുളമായിരിക്കും. എന്റെ അമ്മച്ചി ഒന്ന് ഇവിടെ ഇരി. എങ്ങോട്ട് പോവാ? എന്തിനാ? കറിയപ്പം വന്നെന്നല്ലയോ പറഞ്ഞേ? നമുക്ക് കഴിച്ചേശം വരാം. എടി മേരിയെ, തന്നെയാണോടി അവൻ വിളിച്ചത്? അച്ഛാ, എന്റെ അഭിപ്രായത്തിൽ ഈ വർഷം വെടിക്കെട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. കൗണ്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ. അതെന്നാ വർത്താനാ സുനിലെ? ജൂലൈ 4 അമേരിക്കക്കാർക്ക് വാണം വിടാമെങ്കിൽ നമ്മുടെ പള്ളി പെരുന്നാളിന് നമുക്കൊരു വാണവും വിടാം, വെടിക്കെട്ട് നടത്തുകയും ചെയ്യാം. അതെന്നാ പറയുന്നു അല്ലേ അച്ഛൻ? അപ്പൊ ഈ കഴിഞ്ഞ പെരുന്നാളിന് വിട്ട വാണത്തിന്റെ ആ പാട് ഇപ്പോഴും മാറിയതായിട്ട് കാണുന്നു. പല വാണത്തിന്റെയും പാട പലയിടത്തും കാണാം. നിന്നോട് ആരാ പറഞ്ഞതൊക്കെ നോക്കാം. അതൊക്കെ ഇവിടെ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ നടത്തിയ ചെണ്ടമേളം അടിപൊളിയായിരുന്നു. എന്തോ നല്ലതായിരുന്നു. സൗണ്ട് ഇല്ലായിരുന്നു അച്ചോ, അല്ലേ ചോദിനെ? എങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു? പുലിത്തോന്നല്ലായിരുന്നോ ചെണ്ടയില്? അതെ, ചെണ്ടമേളത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ വർഷം ബാൻഡ് ഇല്ല. അച്ഛൻ എന്നാ വർത്താനം അച്ഛൻ ഈ പറയുന്നത്? നാട്ടുകാർ കേട്ട എന്നാ പറയും? അച്ഛന് വേണ്ട 1-2 പാൻഡി കറിയാപ്പാപ്പം മേടിച്ചു അല്ല പിന്നെ അല്ലടാ മക്കളെ. ഇയാളെന്താ തേങ്ങ പറഞ്ഞേ? പാൻഡല്ല, പാൻഡ് മേളം. അച്ചോ, ഓസിവായനൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത്തവണ പള്ളി പെരുന്നാളിന് നമുക്കൊരു നാട്ടിൽ നിന്ന് ഒരു ആനയെ കൊണ്ടുവരണം. ആ കഷ്ടം. എന്റെ അച്ഛാ, നമുക്ക് ആനയെ വേണം, അതിനെ കൊണ്ടുവരികയും വേണം. എന്നിട്ട് അതിനെ ബർമുഡ ഇടിയിച്ച് ഇവിടെ പെരുന്നാളിന് വരുന്ന ആൾക്കാർക്കെല്ലാം നമ്മള് പനിനീരം തളിപ്പണിയും. എന്നിട്ട് തിരിച്ചു വിടുന്ന വഴിയുണ്ടല്ലോ, ഇവന് വീസ മണിപ്പിച്ചിട്ട് പാപ്പാനായിട്ട് അവനെ അതിന്റെ കൂട്ടത്തിൽ കയറ്റി വിടണം. അല്ല പിന്നെ ആനപ്പാറ അച്ഛമ്മയുടെ കൊച്ചുപ്പം വന്നേക്കുന്നത്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും നമ്മൾ പരിപാടി നടത്തുക, അന്ന് അവരെ ഗംഭീരമായിട്ട് നടത്താം അല്ലേ? നമുക്ക് ലൈറ്റ്സ് വേണം, നമുക്ക് നാസിക് ഡോൾ വേണം, നമുക്ക് ലേസർ ഷോ വേണം. എന്താ, നമുക്ക് DJ പോലും വെക്കാം അല്ലേ? അല്ലേ മോനെ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, DJ അല്ല JD. അത് വണ്ടിക്കകത്ത് കാണും. അച്ചോ, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ പ്രാവശ്യത്തെ തട്ടുകടയില് ബീഫ് ഒലത്തിയത് തന്നെ വേണം. അതെ, അത് നമ്മുടെ കുരിശിങ്കൽ ആലീസ് തന്നെ ഒലത്തണം. സുനിലേ, ഇത് പള്ളിയുടെ തട്ടുകടയാണേ. ആലീസ് ഒലത്തിയാലേ ഇറങ്ങൂ, ഇല്ലയോ? അച്ചോ, എന്റെ ഭാര്യ പിള്ളേരൊക്കെ നാട്ടിലാണ്. അതുകൊണ്ട് പെരുന്നാൾ എന്തായാലും ലൈവ് സ്ട്രീം ചെയ്ത ഇവന്റെ വൈഫിന്റെ സ്ട്രീമിംഗ് ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇവൻ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടല്ല, പള്ളി ഉണ്ടാക്കത്തില്ലേ? ഇത് കറിയാപ്പാപ്പനാ പറയുന്നത്. ലൈവ് സ്ട്രീമിംഗ് അല്ല, ലൈവ് സ്ട്രീമിംഗ്. ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിലും എന്നാണെങ്കിലും ഇവിടെ ഒരു ഇതും ഇല്ല. ഇവിടെ എന്തിനാ എപ്പോഴും എല്ലായിടത്തും ഈ കയറി അഭിപ്രായം പറയാൻ പോകുന്നത്? പിന്നെ അങ്ങനല്ലല്ലോ അതിന്റെ കാര്യം. ഇതൊന്നും നിന്റെ ഒന്ന് ക്ലബ്ബല്ല, ഇതൊരു പള്ളിയാ. ഒരു നല്ല കാര്യം നടക്കുക, ഒരു പള്ളി പെരുന്നാളിന്റെ മീറ്റിംഗ് ആയി നടക്കുന്നത്. അതിനിടയ്ക്കാണ് അവന്റെയൊക്കെ ഓരോ പുട്ടുകച്ചവടം. അപ്പം എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ആയി. ഈ ഓഗസ്റ്റ് മാസം 16, 17 തീയതിയിൽ നമ്മുടെ പള്ളി പെരുന്നാള് ഏറ്റവും മനോഹരമായ രീതിയിൽ OCYMന്റെ തട്ടുകടയിൽ അടിപൊളി എല്ലാ പരിപാടികളും കൂടെ നമ്മൾ നല്ല സുന്ദരമായിട്ട് നടത്തും. എല്ലാ ആളുകളെയും വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. നമ്മളെ പഠിച്ചു പൊളിക്കല്ലേ?